ഇത് നമ്മുടെ പണമല്ല. എനിക്കങ്ങനെ ആരും പണം തരാനില്ല. അവർക്ക് ആള് മാറിപ്പോയതാ. അല്ലടാ, അവൾ നിന്നെ തന്നെ ചോദിച്ചത്. ഒരു വല്ലാത്ത വെപ്രാളം ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. ഈ പ്രസാദം മോളെ ഇവന് തൊട്ടു കൊടുക്ക്. ഗൂഗിള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? താൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കഴിച്ചു. താൻ വന്നിട്ട് ഇറങ്ങാന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി അമ്മേ. മോക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, വേഗം ചെന്ന് കഴിക്ക്. ആ, നല്ല വിശപ്പുണ്ട്. ഞാൻ ഈ ബാഗ് ഒന്ന് കൊണ്ടുവച്ചിട്ട് വരാം. അമ്മ ഈ പ്രസാദം ഒന്ന് പൂജാമുറിയിൽ വെച്ചേക്കണേ. അമ്മേ, എന്താടി? എന്തോ ഒരു പന്തികേടുണ്ട്. അമ്മ ശ്രദ്ധിച്ചില്ലേ? ഇല്ല. എന്നാ ഞാൻ ശ്രദ്ധിച്ചു. അവളുടെ ശരീരഭാഷയില് എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ബാഗില് അവൾ എന്തോ ഒളിപ്പിച്ച് പിടിച്ചിരിക്കുന്ന പോലെ. നീ വെറുതെ ഓരോന്ന് പറയല്ലേ ശിശിരെ. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു പോലും. എടി, അവൾക്ക് മാറ്റം ഉണ്ടെന്നുള്ളത് നേരാ. പക്ഷെ അത് നീ വിചാരിക്കുന്ന പോലെ അല്ല. ഗോകുലിനോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ അവൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ അവൾക്ക് ഗോകുലിനോടുള്ള അടുപ്പം നീ കണ്ടതല്ലേ? അവന്റെ ജീവിതത്തിന്റെ ഐശ്വര്യം ഇനി അവളായിട്ട് മാറും. നീ നോക്കിക്കോ. പിന്നെ ഐശ്വര്യം വരുന്നുണ്ട്. അമ്മയൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇവളുടെ ഈ അമ്പലത്തിൽ പോക്കിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട്. നിന്റെ തലയ്ക്ക് നെല്ലിക്കത്തളം വെക്കണം. ഇങ്ങനെ പോയാ അസൂയ മൂത്ത് നിനക്ക് ഭ്രാന്താവും. ഒരു സംശയക്കാരി വന്നിരിക്കുന്നു. ഇവളുടെ ഈ അമ്പലത്തിൽ പോക്കിന് പിന്നിലെ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനിന്ന് എൻ്റെ അമ്മയുടെ കയ്യിൽ തൊട്ടു. എൻ്റെ അമ്മയൊന്ന് ചേർത്ത് പിടിക്കാനും അമ്മയുടെ അച്ചുമോളാണ് ഞാനെന്ന് പറയാനും എനിക്ക് പറ്റിയില്ലല്ലോ. എൻ്റെ അമ്മയുടെ കാൽക്കൽ വീണ് ഒന്ന് മാപ്പ് പറയാൻ പോലും എനിക്ക് സാധിച്ചില്ലല്ലോ ദൈവമേ. അമ്മേ, മോളെപ്പോ വന്നു? ഇപ്പൊ ഇതെന്താ അമ്മേ കറുത്ത ഉടുപ്പ്? അത് മോളെ അച്ഛന് കോടതിയിലിടാനുള്ള പുതിയ കോട്ട. നോക്കട്ടെ. മോള് പോയി ഇന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. അമ്മ പാലും സ്നാക്സും ഒക്കെ എടുത്തു വെക്കാം. ആ അമ്മേ, വൈകിട്ട് നമുക്ക് പുറത്തു പോവാമേ. അച്ഛനോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എവിടേക്ക്? അതൊക്കെ അച്ഛനോട് പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വേണോ മോളെ? വേറൊരു ദിവസം പോയാ പോരെ? അമ്മയ്ക്ക് ഇന്നൊരു മൂഡില്ല. ഔട്ടിങ്ങിന് പോയി കഴിയുമ്പോ അമ്മയുടെ മൂഡ് ഓഫ് ഒക്കെ മാറും. അമ്മ വരുന്നില്ല, മോളും അച്ഛനും കൂടി പോയിട്ട് വാ. അത് പറ്റില്ല, അമ്മയും കൂടെ വന്നേ പറ്റൂ. ഇനി ഇതിന്റെ പേരിൽ പിണങ്ങണ്ട. അമ്മ വരാം. താങ്ക്സ് അമ്മേ. മോള് വേഗം പോയി യൂണിഫോം മാറ്റ. താങ്ക്സ് അമ്മേ. ചെല്ല്. ഇത് അവസാനത്തെ അവധിയാ. 2 ദിവസം കൂടി ഞാൻ നോക്കും. വാടക കുടിശ്ശിക മുഴുവൻ തീർത്ത് കിട്ടിയില്ലെങ്കിൽ 3-ാം ദിവസം രാവിലെ ഞാനിങ്ങ് വരും. ചട്ടിയും കലവും എല്ലാം വാരി ഞാൻ പുറത്തേക്ക് എറിയും. പറഞ്ഞേക്കാം. ഒരു വശത്ത് ഞാൻ രക്ഷിക്കാൻ ബാധ്യതയുള്ള എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ്, അമ്മ, സഹോദരങ്ങൾ. മറുവശത്ത് എന്നെയും മോളെയും ഇത്രയും കാലം നോക്കിയ ഗോകുലിനോടുള്ള കടപ്പാട്. ഞാൻ ആരുടെ കൂടെ നിൽക്കേണ്ടത് ഈശ്വര?
എന്താ അമ്മേ, എവിടുന്ന് ഇത്രയും പണം? അതൊക്കെ ഉണ്ട്. ഏട്ടന് ഇതൊരു സർപ്രൈസാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ ആരോടെങ്കിലും പലിശയ്ക്ക് വാങ്ങിച്ചാണോ, അതോ ഞാൻ അറിയാതെ ഏതെങ്കിലും ചിട്ടിയോ മറ്റോ ചേർന്ന് കിട്ടിയതാണോ? ഹേയ്, അതൊന്നുമല്ല. ദൈവം അങ്ങനെ നമ്മളെ പൂർണ്ണമായിട്ട് കുഴിയിലോട്ട് തള്ളിയിടത്തില്ല മോനെ. അതെ, ഈ പണം ദൈവം കൊണ്ട് തന്നതാ. പിന്നെ ദൈവത്തിന് പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലല്ലേ ജോലി? അമ്മ തമാശ എടുക്കാത്ത കാര്യം പറഞ്ഞേ. ദൈവമാ ഈ പണം കൊണ്ട് ഇങ്ങനെ ഒരാളെ ഇങ്ങോട്ട് അയച്ചത്. പക്ഷേ ആ ദൈവം ഇങ്ങനൊരാൾ അയക്കാൻ കാരണം ഏട്ടനാണെന്ന് മാത്രം. പടച്ച തമ്പുരാനും ഞാനും തമ്മിൽ പണത്തിന്റെ യാതൊരു ഇടപാടുമില്ല. നിങ്ങളെല്ലാരും കൂടി എന്നെ വട്ടാക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. മോനെ, കുറച്ചു മുൻപേ പരതയിട്ടൊരു പെൺകുട്ടി ഇവിടെ വന്നിരുന്നു. പർദ്ദയിട്ട പെൺകുട്ടിയോ? ആ, അത് നിന്റെ ഏതോ കൂട്ടുകാരന്റെ ഭാര്യയാണെന്നാ പറഞ്ഞത്. എന്റെ കൂട്ടുകാരന്റെ ഭാര്യയോ? അതേന്ന്, നിന്റെ കൂട്ടുകാരന്റെ ഭാര്യ തന്നെ. അയാളെ നിന്റെ കയ്യിൽ തരാൻ വേണ്ടി അവളെ ഏൽപ്പിച്ച പണമായത്. അതാ ആ കുട്ടി ഇവിടെ കൊണ്ടു തന്നത്. ആ, എന്റെ കൂട്ടുകാരനോ? അതെന്താ, ഏട്ടനും ഗൾഫിലെ കൂട്ടുകാരൊന്നുമില്ലേ? ഏട്ടനും ഒന്നുകൂടെ ആലോചിച്ച് നോക്ക, ആരിലൊക്കെ കാണും. നിങ്ങൾ ഞാൻ പറയുന്നു വിശ്വസിക്കേ. എനിക്കങ്ങനെ ഗൾഫിൽ നിന്ന് പണം തരാനുള്ള ഒരു കൂട്ടുകാരനുമില്ല. ചിലർക്കൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും സ്ത്രീക്ക് എന്തോ അബദ്ധം പറ്റിയതാ. ഒരുപക്ഷെ വീടും ആളും മാറിപ്പോയതായിരിക്കും. അമ്മേ, ഈ പണം നമ്മൾ എടുക്കരുത്. ഇത് നമ്മുടെ പണമല്ല. എനിക്കങ്ങനെ ആരും പണം തരാനില്ല. അവർക്ക് ആള് മാറിപ്പോയതാ. അല്ലടാ, അവൾ നിന്നെ തന്നെ ചോദിച്ചത്. ഒരു വല്ലാത്ത വെപ്രാളം ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. ആ പെങ്കൊച്ചന്റെ ശബ്ദം കേട്ടപ്പോ എനിക്ക് എവിടെയോ കേട്ട് നല്ല പരിചയം തോന്നുന്നു. പക്ഷെ എവിടെയാണെന്ന് എനിക്ക് അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല. പർദ്ദയിട്ടിരുന്നത് കൊണ്ട് മുഖവും കാണാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ആ സ്ത്രീ ഏട്ടന്റെ ഗൾഫിലുള്ള കൂട്ടുകാരന്റെ ഭാര്യയാണെന്ന് തന്നെയാ പറഞ്ഞത്. എന്നിട്ട് അവര് വേറൊന്നും പറഞ്ഞില്ലേ? അവരുടെ ഭർത്താവിന്റെ പേരെന്താന്ന് പറഞ്ഞോ? ഞാൻ ചോദിച്ചു. അത് സച്ചിക്ക് അറിയാവുന്ന മാത്രം പറഞ്ഞു എന്നോട്. ഇത് ഇവിടെ തരാൻ പറഞ്ഞിട്ട് ഇക്ക ഇന്നലെ പോയി. മോളുടെ ഭർത്താവിന്റെ പേരെന്താ? അത് സച്ചിക്ക് അറിയാം. ഈ പണം കൊടുത്താൽ മതി.